ഇന്നലെ റിപ്പോർട്ടറിലെ മീറ്റ് ദ ഡിലീറ്റ് പ്രോഗ്രാമിൽ അരുൺകുമാർ സുജയഭാരതി തമ്മിൽ വാക്കേറ്റമുണ്ടായി. അതിൽ സുജയഭാരതി പറഞ്ഞ അരുൺകുമാറിന്റെ തലയിൽ കയറാൻ തിരുവാതിര കളിക്കുന്നതാണ്. ചർച്ച നടന്നിരുന്നത് ഭാരതാമയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ചർച്ചകളെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്നലത്തെ? അല്ല, അത് അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് ആ ചർച്ച പോയി എന്നുള്ളതാണ്. അത് ഇപ്പൊ അവരെ ഞാൻ കടുത്ത് വിമർശിക്കുന്നൊന്നുമില്ല. അവർക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇന്നലത്തെ മീറ്റ് ദ ഡീറ്റെയിൽസ് ഇന്ന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ബാലൻസ് ഉള്ളത്. അതായത് അത് ലാസ്റ്റ് ആയിരുന്നു. ആ ലാസ്റ്റത്തെ ഭാഗം അങ്ങനെ ഇടാതെ ബാക്കിയുള്ളതാണ് അവരിട്ടേക്കണത്. പിന്നെ ഇന്നലെ അതിനകത്ത് ഏറ്റവും ആദ്യം ലാസ്റ്റ് ആൻഡോ അഗസ്റ്റിൻ തന്നെ മാപ്പ് പറഞ്ഞിരുന്നു. അതായത് ആസ് എ മാനേജിങ് എഡിറ്റർ ഞാനിതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായും. ഇവിടെ ഈ സംഭവത്തിലേക്ക് വരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സുജയ പാർവതിയിലേക്ക് ഏറ്റവും അവസാനമാണ് എത്തുന്നത്. മിക്കവാറും ആ അവസാനം എത്തുമ്പോഴത്തേക്കും ആളുകളൊക്കെ ഇത് ഓഫാക്കി പോകാറാണ് പതിവുള്ളത്. വളരെ കുറച്ചു പേരെ അത് കാണാറുണ്ട്. അപ്പൊ അത് ഏറ്റവും ആദ്യം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണനാണ് ഇത് തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് തുടങ്ങുന്നത് സ്മൃതി പരുത്തിക്കാടാണ്. അപ്പൊ ഈ ചർച്ച ചെയ്യുന്ന വിഷയം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭാരതാംബയും സെനറ്റ് ഹാളിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭവും ഒക്കെ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുത്തു. അപ്പൊ അതിൽ സെനറ്റ് ഹാളിലേക്ക് ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവർണർ മറ്റേ ആരിഫ് മുഹമ്മദ് ഖാനല്ല, രാജേന്ദ്ര ആർലേക്കർ, അദ്ദേഹം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നു. അവിടെ പരിപാടി നടത്താൻ പറ്റില്ല എന്ന് രജിസ്ട്രാർ പറഞ്ഞു. പിന്നെ SFI KSUക്കാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. SFIക്കാർ അവസാനം വരെ പ്രതിഷേധം നടത്തി. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ കലാപകലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഭാരതാംബ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്മൃതി പരുത്തിക്കാടിന്റെ വിശകലനങ്ങളാണ്. സ്മൃതി പരുത്തിക്കാട് അത് പറഞ്ഞത് എന്നെ ഇത് ഭയപ്പെടുത്തുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് എന്തായി തീരും, കാരണം ഇതിനെ പ്രതിരോധിക്കൽ മാത്രം എളുപ്പമല്ല എന്നുള്ളതാണ് സ്മൃതി പറഞ്ഞു വെച്ചത്. അപ്പൊ അതിനൊക്കെ ശേഷം ശരിക്കും ജിമ്മി സംസാരിച്ചു. ജിമ്മി സംസാരിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ജിമ്മി ആദ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് RSSന് അനുകൂലമാണെന്ന് തോന്നിപ്പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വേണ്ടതാണെന്ന് പറഞ്ഞ് ജിമ്മി പറഞ്ഞത്. കാരണം ഈ ചോദ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ഇത് മറ്റേ പ്രകോപനപരമാണോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ പ്രകോപനപരമല്ല എന്ന് പറഞ്ഞു, അതായത് ഗവർണർ ഒന്നും പ്രകോപനപരമായി ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് ജിമ്മി തുടങ്ങിയത്. പക്ഷെ പകുതി എത്തിയപ്പോഴേക്കും ജിമ്മി കൃത്യമായി പറഞ്ഞു ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു. അപ്പൊ അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ അരുൺകുമാർ സംസാരിക്കുന്നത്. അരുൺകുമാർ അതിനെക്കുറിച്ച് അതിഗംഭീരമായി സംസാരിച്ചു. അപ്പൊ അതിനൊക്കെ ശേഷം ഏറ്റവും സുജയ പാർവതിയിലേക്ക് എത്തുമ്പോൾ സുജയ അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലായിരുന്നു. എനിക്ക് തോന്നുന്ന 3 മണിക്കുള്ള ഇവരുടെ എഡിറ്റോറിയൽ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ തന്നെ എന്തോ തല്ലണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത് സുജയെ പ്രകോപിപ്പിച്ച കാര്യം അത് അരുണിന്റെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് സുജയ്ക്ക് മറുപടിയില്ല. 2 ചോദ്യങ്ങളാണ് അരുൺ ചോദിച്ചത്. ഒന്ന്, ഇത് ആരാണ് ആരാണ് വരച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? രണ്ടാമത്തത് സുജയ വളരെ ആവേശത്തോടുകൂടി പറഞ്ഞത് ഗവർണർ ഇതിൽ മറ്റേ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ പറഞ്ഞൊരു കാര്യം പറഞ്ഞു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവർണർ പറഞ്ഞത് ഈ RSSും അതുപോലെ CPM തമ്മിൽ സഖ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പണ്ട് നേരത്തെ കഴിഞ്ഞ ഗോവിന്ദൻ മാഷ് പറഞ്ഞ അതേ അബദ്ധം. പക്ഷെ അത് അങ്ങനെയല്ല എന്നും അത് ജനതാ പാർട്ടിയുമായിട്ടാണ് സഖ്യമുണ്ടായെന്നും ജനതാ പാർട്ടിയിലേക്ക് RSS അടക്കമുള്ള 6 പാർട്ടികൾ, RSS അല്ല ശരിക്കും അന്നത്തെ ജനസംഘം, അവർ 6 പാർട്ടികൾ പിരിച്ചുവിട്ടുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ചരിത്രപരമായി നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നാണ് അരുൺകുമാർ പറഞ്ഞത്. അപ്പൊ അരുൺകുമാർ ഇത് പറഞ്ഞതോടുകൂടി സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് അലറുന്ന ഒരു സുജയ പാർവതിയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ബുക്കൊക്കെ എടുത്ത് അവര് താഴേക്ക് അടിക്കുന്നുണ്ട്. അതിനിടയിലൂടെ പാവം ആൻഡോ അഗസ്റ്റിൻ സൈഡിൽ ഇരുന്നിട്ട് അങ്ങനെയല്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ സാറിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട എന്ന് ആൻഡോ അഗസ്റ്റിനോട് സുജയ എടുത്തടിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം സുജയയിൽ ഒരു എന്താ പറയാ ഭാരതാംബയല്ല പകരം ഒരു ഭദ്രകാളി ആവാശിച്ച പോലെ എന്നൊക്കെ ആളുകൾ പറയാറില്ല. അതുപോലെയുള്ളൊരു പ്രകടനമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോന്ന് വെച്ചാൽ ചോദ്യത്തിന് പാവം സുജയ്ക്ക് മറുപടി ഇല്ല. കാരണം അന്ന് സംഘപരിവാർ അയച്ചു കൊടുത്തേക്കുന്ന ക്യാപ്സ്യൂളുകളിൽ ആ സാധനം ഉണ്ടായിട്ടില്ല. പിന്നെ ഇല്ലാത്ത സാധനം സുജയപ്പെടുന്ന എടുത്ത് പറയാനാണ്. സുജയ്ക്ക് ഇത് ഭയങ്കരമായി വായിച്ച് പരന്ന വായനയൊക്കെ ഉള്ളതോട് നിന്ന് ചില ശകലങ്ങൾ എടുത്തൊന്നും അല്ല ഇത് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് അങ്ങനെ നിരവധി പേരറിയാം. നമുക്കൊക്കെ ഇപ്പൊ പല കാര്യങ്ങളെ കുറിച്ച് വേണമെങ്കിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഓഫ് ഹാൻഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ഒരാളല്ല സുജയ. അപ്പൊ സുജയ തീർച്ചയായിട്ടും ഈ ക്യാപ്സൂളിൽ ഇല്ലാത്തൊരു ചോദ്യം വന്നപ്പോൾ സുജയ സ്ട്രക്കായി പോയി. പിന്നെ നിങ്ങൾ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും വലിയ തമാശയൊന്നും അല്ല ഷിവില്, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞതാ ആരെ സുജയ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയി. അപ്പോഴൊക്കെ പക്ഷെ വളരെ സംയമനത്തോടു കൂടിയാണ് അരുൺകുമാർ ഇടപെട്ടത്. അരുൺകുമാർ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറയരുത്, കാരണം വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സംയമനത്തോടു കൂടിയാണ് അരുൺകുമാർ പറഞ്ഞത്. അപ്പൊ അപ്പോഴും പക്ഷെ സുജയ പറയുന്നത് നിങ്ങൾ എന്റെ തലയിൽ കയറാൻ വന്നാൽ ഞാൻ നിങ്ങളുടെ തലയിൽ കയറി തിരുവാതിര കളിക്കും എന്നൊക്കെയാണ് സുജയ. സുജയ തിരുവാതിര പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം.
പക്ഷെ എന്റെ വിനീതമായ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സുജയ താഴെ എവിടെയെങ്കിലും നിന്ന്, എന്നാ ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഞങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറാണ്. ആ ഫ്ലോറിൽ എവിടെയെങ്കിലും നിന്ന് തന്നെ ഇനിയിപ്പോ മീറ്റ് ദ എഡിറ്റേഴ്സിന് ശേഷമോ ഇടയിൽ ഈ പണ്ടൊക്കെ ഷിബിലിക്കൊക്കെ ഓർമ്മയുണ്ടാന്ന് അറിയില്ല, അതായത് ഈ പല പരിപാടികൾ ഗാനമേളയൊക്കെ ഉണ്ടാവുമായിരുന്നു. ഉം. ഈ ഗാനമേളയൊക്കെ അവതരിപ്പിക്കുന്നതിന്റെ ഇടക്ക് മറ്റേ ചില കോമഡി പ്രോഗ്രാംസ് ഒക്കെ 5 മിനിറ്റ് ഒക്കെ ഇടും. എന്ന് പറഞ്ഞാൽ നിരന്തരമായി പാട്ട് കേൾക്കുമ്പോൾ ഒരു ബോറടി മാറ്റാൻ വേണ്ടല്ലോ എന്ന് വെച്ചാൽ. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ഇപ്പൊ 1 മണിക്കൂറാണ് മീറ്റ് ദ എഡിറ്റേഴ്സ്. ഉം. അപ്പൊ അതിനിടയിൽ ശരിക്കും പറഞ്ഞ ഒരു 5 മിനിറ്റ് സുജയ്ക്ക് വേണമെങ്കിൽ ഒരു തിരുവാതിര കളിക്കാൻ കൊടുത്താൽ പോലും പ്രശ്നമില്ല. തെറ്റില്ല. കാരണം സ്റ്റെപ്പ് മാത്രം കാണിച്ചാൽ മതി, അതിനുള്ള മേക്കപ്പും എല്ലാ സാധനങ്ങളും ഒക്കെ സുജയ് പലപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ പല റിപ്പോർട്ടിങ്ങിലും ഒക്കെ പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്ര ഗംഭീരമായി മേക്കപ്പ് ചെയ്തിട്ടാണ്. അത് തെറ്റൊന്നുമില്ല കേട്ടോ, ഞാനിത് പരിഹാസത്തോടെ പറഞ്ഞല്ല, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്ത് ആഘോഷിക്കുന്ന ചിലരെയും ഒക്കെ കണ്ടു. ഇപ്പൊ സുനിത ദേവദാസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. ഉം. സുനിത ദേവദാസ് ഇതൊക്കെ എടുത്ത് വലിയ തോതിൽ ആഘോഷിച്ചുകൊണ്ടൊരു വീഡിയോ ശരി. ചെയ്യുന്നത് കണ്ടു. പക്ഷെ അതിൽ അവർ ആദ്യം തന്നെ പറയേണ്ടത് നിങ്ങളൊരു തമാശയായിട്ട് എടുത്താൽ മതി. ഇത് ഞാനും എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് ഇതൊരു തമാശയായിട്ട് വീഡിയോയെ കണ്ടാൽ മതി. പക്ഷെ ഒരു കാര്യം, ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലുകളുടെ നിലവാരം എത്രത്തോളം താഴ്ന്നുകൊണ്ടിരിക്കുന്നുവെന്നും ആ താഴ്ന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് എത്രത്തോളം റീച്ച് കൂടുന്നു എന്നൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അപ്പൊ ചിലരൊക്കെ ചോദിക്കാം, അപ്പൊ നിങ്ങൾ കാണുന്നില്ലെന്ന് ചോദിക്കും. ഉം. ഞാൻ എല്ലാം കാണുന്ന ഒരാളാണ്. ഞാൻ 4 ചർച്ച ഉണ്ടെങ്കിൽ 4ഉം ആണ്. കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ എനിക്ക് സമയം തികയുന്നില്ല. ഞാൻ അർണബ് ഗോസ്വാമിയെ വിമർശിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകൾ ഞാൻ നിരന്തരമായി കാണുന്ന ഒരാളാണ്. ഇന്ത്യ ടുഡേയുടെ ചർച്ചകൾ ഞാൻ കാണുന്ന ഒരാളാണ്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിദേശ ചാനലുകൾ ഇപ്പൊ DW പോലെയുള്ള പല ചാനലുകളും ഒക്കെ കാണണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വിദേശ ചാനലുകൾ, അൽ ജസീറ പോലുള്ള നിരവധി ചാനലുകൾ, BBC ഒക്കെ ആണെങ്കിലും കാണാറുള്ള ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ പ്രേക്ഷകർ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ എന്താണെങ്കിലും ഞാൻ ആ തിരുവാതിര കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ വലിയ അവസരമാക്കിക്കൊണ്ടിട്ട് ഇപ്പൊ ഈ ഒരു വാചകം കൂടി എനിക്ക് എതിർക്കപ്പെടാതെ പോകാൻ വയ്യ. അത് നമ്മുടെ സുനിത ദേവദാസ് അവരുടെ ഒരു വീഡിയോ, അവർ കാനഡയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അവര് CPM-ന്റെ ഒരു പ്രോ ലെഫ്റ്റ് അനുകൂലിയാണ്, CPM-ന്റെ ഒക്കെ അനുകൂലിയാണ്. അപ്പൊ അവരുടെ ഒരു വീഡിയോയിൽ അവര് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ ഇതിനിടയ്ക്ക് കൂടി ഒരു ചെറിയ തോണ്ടൽ സ്മൃതി പരുത്തിക്കാടിന് കൂടി കൊടുത്തിട്ടുണ്ട്. ഉം. എന്ന് പറഞ്ഞാൽ തറവാട്ടമ്മ അപ്പം മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാ. ഉം. അത് ശരിക്കും സ്മൃതി കാണിച്ച ഏറ്റവും വലിയ പക്വതയാണ്. സ്മൃതിയും അതിനകത്ത് ഇടപെട്ടില്ല, അതുപോലെ തന്നെ ജിമ്മിയും ഇല്ല. ഇടപെട്ടില്ല. പിന്നെ സുജയ്ക്ക് എപ്പോഴും ഉള്ള ഒരു ശീലമാണ്. കാരണം ഇങ്ങനെ ഒരു ചർച്ചയിൽ സ്മൃതി പോലും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് പറഞ്ഞാൽ പോരെ എന്നൊരു ബേറ്റ് ദ ഡീറ്റെയിൽസിൽ ചോദിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ സുജയ് എപ്പോഴും മറ്റുള്ളവരെ കൂടി ഒന്ന് തോണ്ടിക്കൊണ്ടാണ് സംസാരിക്കുക. മനസ്സിലായി? ഉണ്ണി സാറ് പറഞ്ഞതുപോലെ മറ്റേ അത്ര വലിയ അപ്പോസ്തലന്മാരൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു ലോവർ ലെവൽ, ഒരു നമ്മളിപ്പോ 1 2 3 4 എന്നൊക്കെ വെച്ചാൽ നാട്ടിൻപുറത്തെ നമ്മള് ശരിക്കും ഇത് പറയുമ്പോൾ ഒരു കഥ കൂടി എനിക്ക് പറയാൻ പറ്റും. ഈ നാട്ടിൻപുറത്തെ ചർച്ച എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ഫ്യൂസ് ആക്കി കളയില്ല. അതായത് വളരെ ഈ ബലൂണൊക്കെ നമ്മൾ സൂചി കൊണ്ട് കുത്തി സിമ്പിൾ ആയിട്ടൊക്കെ താഴേക്ക് എടുക്കുക. ഞാൻ അത്തരത്തിലൊരു കോടതി ഡിബേറ്റ് കണ്ടിട്ടുണ്ട്. കോടതിയിൽ 2 വക്കീലന്മാർ വാദിക്കുകയാണ്. അപ്പൊ അതിലൊരാൾ ഭയങ്കര ഗംഭീരമായിട്ട് എറണാകുളം കോടതിയിൽ നിന്നിട്ട് ഗംഭീരമായിട്ട് വാദിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് പുള്ളി വാദിക്കുകയാണ്. അപ്പൊ ശരിക്കും ഈ പറയുന്ന, ഞാനിപ്പോ അതിലെ സെന്റൻസ് ഒന്നും അവതരിപ്പിക്കുന്നില്ല, ഗംഭീര സെന്റൻസുകളാണ്. അപ്പൊ തരൂരിന്റെ ഇംഗ്ലീഷ് ഒന്നുമല്ല, നമ്മുടെ സാധാരണ ഇംഗ്ലീഷിലാണ് പുള്ളി പറയുന്നത്. അപ്പൊ ആ ഇംഗ്ലീഷിൽ നിന്ന് ജഡ്ജി എല്ലാം എഴുതിയെടുത്തോണ്ടിരിക്കുകയാണ്. മജിസ്ട്രേറ്റ് എഴുതിയെടുക്കുന്നു. ഇത് എഴുതിയെടുത്ത് കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഇതെല്ലാം കൊണ്ടിട്ട് നമ്മൾ ഭയങ്കര ആവേശത്തിൽ ഇനി എന്താണ് എതിർഭാഗം വക്കീൽ പറയുക എന്നുള്ളതാണ്. ഒരു പൈപ്പിൻ ചോട്ടിൽ വെച്ചിട്ടുണ്ടായ ഒരു പ്രശ്നമാണ്, 2 സ്ത്രീകൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. ഈ പുള്ളി ഒരു 20 മിനിറ്റ് എടുത്ത് ഇതെല്ലാം ഗംഭീരമായി അവതരിപ്പിച്ചതിന് ശേഷം തൊട്ട് ഒരു 3 സെക്കൻഡ് കൊണ്ട് മറ്റേ വക്കീൽ ഇതെല്ലാം നിഷ്പ്രഭമാക്കി കളഞ്ഞു. അതെന്താണെന്നറിയാമോ? എന്താ പുള്ളി പറയുന്ന എക്സാക്ട് വാചകം ഇതാണ്: സാറേ, ഇത്ര വലിയ ഇംഗ്ലീഷ് ഇങ്ങനെയൊന്നും അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് കോടതിയോട് പറയാണ്. എന്നിട്ട് പറയുന്ന അടുത്തായി, സാറേ ഇത് സത്യം പറഞ്ഞ 2 പെണ്ണുങ്ങൾ ആ പൈപ്പിൻ ചോട്ടിൽ നിന്ന് മാട്ടത്തിനടിച്ചാന്ന് പറഞ്ഞു. മാട്ടം എന്ന് പറഞ്ഞാൽ ഷിബിലിക്ക് മനസ്സിലാവില്ല, കുടമില്ലേ, ആ. ആ കുടത്തിന് അങ്ങോട്ടും കൂടെ അടിച്ച ചെറിയൊരു കേസാണ് 1 2 പറഞ്ഞത്, അല്ലാതെ ഇത്ര വലിയ കാര്യമൊന്നും ഇല്ലെന്നാ പറഞ്ഞു. അപ്പൊ സത്യത്തില് മജിസ്ട്രേറ്റിന്റെ ചിരിച്ചു പോയ കാര്യം. ഓക്കെ, എറണാകുളത്തുള്ള ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്നു, വേറെ മജിസ്ട്രേറ്റ് ആയിരുന്നു, ഈ കോടതികളിലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളി തന്നെ ചിരിച്ചു പോയി എന്നുള്ളത് മാത്രമല്ല, സത്യത്തിൽ ഈ കേസിന്റെ എല്ലാ ഗ്രാവിറ്റിയും അവിടെ തകർന്നു പോയി. മനസ്സിലായി? എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു ബലൂൺ കൊണ്ട് മറ്റേ സൂചി കൊണ്ട് കുത്തുന്ന പോലെ ഇത് കാറ്റഴിച്ചു വിടുന്നതാണ്. സുജയ അതുപോലെ തന്നെയാണ് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്, തിരുവാതിര കളിക്ക്. കാരണം ഈ കാര്യത്തിൽ സുജയ്ക്ക് എന്ത് ചെയ്യാനില്ല. അത്ര നേരം വരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ആന്റോ അഗസ്റ്റിൻ പോലും അത് നന്നായി സംസാരിച്ചൊരു ചർച്ചയാണത്. ആ ചർച്ചയിലാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വാചകം ഉണ്ടാവുന്നത്. അപ്പോഴാണ് പുള്ളിക്കാരി ഈ
അവരെ തലയിൽ കയറി തിരുവാതിര. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു ഓണത്തിനോ വിഷുവിനോ എന്തോ ഒരു ചർച്ച നടക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോളുകളൊക്കെ വരാറുണ്ടല്ലോ. സുജയ എന്ന് പറഞ്ഞ് സുജയുടെ ഏതോ ട്രോളിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒറ്റടിക്ക് സുജയ പാർവതി ഉടനെ തന്നെ പറയുന്നത് ശരിയാണ്, അങ്ങനെ ചില ട്രോളുകളൊക്കെ വരാറുണ്ട്, മുട്ടയുടെ തലയിൽ ബുൾസൈ അടിച്ച പോലെ എന്നൊക്കെയാണ്. ഇത് കേരളത്തിൽ ആർക്കെങ്കിലും ഇത്ര വിശദമായി പറയാൻ പറ്റുമെങ്കിൽ അത് എനിക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ കാര്യം എന്നറിയോ, എനിക്ക് ഈ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഒക്കെ ഒരു ചെറിയൊരു ഭ്രാന്ത് പോലെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇഷ്ടവും അതുപോലെ തന്നെ നമ്മൾ അത് അത്രയും കൃത്യമായി ഫോളോ ചെയ്തു. ഇപ്പൊ ഷിബിലേക്ക് മുമ്പൊക്കെ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്ത പെൺകുട്ടിയൊക്കെ പറയായിരുന്നു ഷൂട്ടിങ്ങിനോട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. ഒരു തവണ ഞങ്ങൾ ക്യാമറ കണ്ടപ്പോൾ നിർത്തിയപ്പോൾ ഷൂട്ടിനോട് വലിയ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി തിരിച്ചായിരുന്നു. ഷൂട്ടിനോടില്ല, മാധ്യമത്തിനോട് എന്നുണ്ട് താല്പര്യം ഉണ്ട്. ചില അറിയാൻ പാടില്ലാത്ത പാവം ആളുകളൊക്കെ നമ്മുടെ ഒപ്പം വർക്ക് ചെയ്തവരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് മറ്റേ പ്രസവിച്ചിട്ടത് മനോരമയിലാണോ എന്നൊക്കെ പലപ്പോഴും തമാശക്ക് ചോദിക്കാൻ. അതുകൊണ്ട് എന്താ കാര്യം വെച്ചാൽ ഞാൻ ഞങ്ങൾ രാഷ്ട്രീയം പറയുമെന്ന് പറയുന്ന ഇവരുടെ ഒരു ചർച്ചയുണ്ട് ഈ റീലോഞ്ചിന് മുമ്പ്. അതായത് ഏതായാലും 2-2.5 മണിക്കൂറുള്ള 2 മണിക്കൂർ കൂടുതലുള്ള ചർച്ചയാണ്, 2.25 മണിക്കൂർ. ആ ചർച്ച ഇവരെല്ലാവരും കൂടി നടക്കുന്നത് ഞാൻ 2 തവണ 3 തവണ കണ്ടിട്ടുണ്ട്. രാത്രി 2 മണിക്ക്. അല്ലാതെ എനിക്ക് സമയം കിട്ടില്ലല്ലോ 2 മണിക്കൂറിൻ്റെയൊക്കെ കാണാം. ഇപ്പൊ ഞാൻ വിജയമല്ലയുടെ പോഡ്കാസ്റ്റ് ഞാൻ കണ്ടത് രാത്രിയാണ്. രാത്രി 3 മണിക്ക് കണ്ടിട്ട് ഞാനത് കണ്ടു കിടന്ന് ഉറങ്ങിപ്പോയി. അതായത് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസമാണ് ഞാൻ പിന്നെ 1.5 മണിക്കൂർ അതിരാവിലെ എഴുന്നേറ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ പരിപാടിയിൽ സുജയ. പക്ഷെ ഇത് ആഘോഷിക്കുന്ന, ഇത് ഇഷ്ടപ്പെടുന്ന കുറെ പ്രേക്ഷകരും ഉണ്ട്. കാരണം അവർ സംഘപരിവാരത്തിന്റെ ഒക്കെ പ്രേക്ഷകരാണ്. നേരത്തെ പറഞ്ഞ പോലെ PC ജോർജിന്റെ ഒക്കെ മണ്ടത്തരങ്ങളൊക്കെ വളരെ സംഗീതമായി ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ വളരെ മോശമായി പോയി. എന്താണെങ്കിലും അത് മോശമായി എന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം കൃത്യമായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടേക്കണത്. കാരണം ആ സംഭവം മീറ്റ് ദ ഡീറ്റെയിൽസിൽ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇല്ല. പിന്നെ അവര് അത് പക്ഷേ ഇത് മറ്റുള്ള ആളുകളൊക്കെ റെക്കോർഡ് ചെയ്ത് പണ്ടേ എടുത്തിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഇപ്പൊ സുനിത ദേവദാസിന്റെ വീഡിയോയിലും മറ്റു പല വീഡിയോകളിലൊക്കെ ഇത് നിരന്തരമായി